UDF ഘടകകക്ഷികളുമായുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ കൂടിക്കാഴ്ച തുടരുന്നു. CMP നേതാക്കളുമായി മാണി സി കാപ്പനുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായി. UDFൽ നിയമസഭാ സീറ്റ് വിഭജനം നേരത്തെയാക്കണമെന്ന് CMP ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എം വരുന്നതിനോട് എതിർപ്പില്ലെന്നും എന്നാൽ പാലായിൽ തൊട്ടൊരു കളിയില്ലെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. സാധാരണ കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും ഡൽഹി ചർച്ചയുടെ തുടർച്ചയായി കാണേണ്ടതില്ലെന്നും ദീപാദാസ് മുൻഷി പ്രതികരിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ട നടപടികൾ AICCയുടെ ഭാഗത്തുനിന്ന് അവർ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മുന്നണിയെ ശക്തിപ്പെടുത്താനും അതേപോലെ തന്നെ വിജയം ഉറപ്പുവരുത്താനും ഇത്തരം കാര്യങ്ങളിൽ വളരെ വിശദമായ ചർച്ചകൾ നടത്തി. കോൺഗ്രസിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിക്കും. അതിന് AICCക്കും കോൺഗ്രസിനും ശക്തമായിട്ടുള്ള ബലമുണ്ട്. അതിൽ ഞങ്ങൾ ഒരിക്കലും ഇടപെടാറില്ല. കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ കോൺഗ്രസും CMPയുടെ തീരുമാനങ്ങൾ CMP. ഇന്നത്തെ ചർച്ചയിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച ഒരു വിശദാംശങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ധാരണ പറഞ്ഞു. അതിൻ്റെ അടിത്തറ വിപുലീകരിക്കണം, ആളുകളെ കൂടുതൽ ഉൾക്കൊള്ളുകൊണ്ട് പോകണം. അതിനെക്കുറിച്ച് എന്നോട് വേണ്ടിയിട്ടേ ഇല്ല. അവർ വന്നിട്ട് നമുക്ക് ചർച്ചയില്ല. പാലയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അല്ല, ഇനി വിട്ടുവീഴ്ച വേണോ? ഒരാൾ 2943 വോട്ടിന് ജയിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് അനുസരിച്ച് ഞാൻ 4200 വോട്ടിന് അവസാനം തോറ്റത്. ഇപ്പോൾ 15378 വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇനി പിന്നെ അത് തന്നെ വേണമെന്ന് പറയുമോ? എനിക്ക് തോന്നുന്നില്ല വേണമെന്ന് പറയും. ഇല്ല, സാധ്യത കുറവാണ്. അല്ല, ഈ മാണി കോൺഗ്രസിനെ കൊണ്ടുവരണമെന്നുള്ള ചർച്ചകൾ വരുമ്പോൾ ഇല്ല, അങ്ങനെ ചർച്ച വന്നില്ല ഇതുവരെ. അങ്ങനെ ചർച്ച തന്നെ മുന്നണിക്കകത്തില്ല. ഇല്ല, അങ്ങനെ ചർച്ച വന്നിട്ടേ ഇല്ല. എന്നോടാരും സംസാരിച്ചിട്ടില്ല. This is a normal procedure. It is nothing new, nothing after follow-up or before follow-up. It is nothing like that. We, all the allied partners, we want to fight election together. So we are having a discussion on many issues. In Kerala, the Congress party is united and will be united. There is no difference between the leaders. KR സാജു ചേർന്നു. സാജു, സീറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളോടും സംസാരിച്ചു കഴിഞ്ഞു. വിട്ടുവീഴ്ചയൊന്നും ആ കാര്യത്തിലില്ല. പ്രത്യേകിച്ച് പാലയുടെ കാര്യത്തിൽ മാണി സി കാപ്പൻ അവസാന വാക്ക് പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പാണോ, നിയമസഭ ഒപ്പം സ്ഥാനാർത്ഥികൾ എന്നൊക്കെയുള്ളതിലേക്ക് ഒരു ധാരണ ഈ മീറ്റിംഗിലായിരിക്കുമോ ഉണ്ടാവുക? ആദ്യം CMPയുമായും പിന്നീട് മാണി സി കാപ്പനുമായിട്ടാണ് ദീപാദാസ് മുൻഷി ചർച്ച നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ PJ ജോസഫ് അടക്കമുള്ള ജോസഫ് ഗ്രൂപ്പ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്നത്തെ പിന്നീട് ചെറിയ ചില ഘടകകക്ഷികളുമായുള്ള കൂടിക്കാഴ്ചകൾ കൂടിയുണ്ട്. ലീഗ് അടക്കമുള്ള കക്ഷികളുമായുള്ള കൂടിക്കാഴ്ച നാളെയാണ് നടക്കുക. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ദീപാദാസ് മുൻഷി ഘടകകക്ഷികൾക്ക് നൽകിയ സന്ദേശം കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ ഐക്യമായിരിക്കുന്നു, ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഒറ്റക്കെട്ടായി UDFന് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കണം, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന നിലയ്ക്കാണ് അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം ആരാഞ്ഞു. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ഇന്ന് ഉണ്ടായി. പ്രധാനമായും CMP ആവശ്യപ്പെട്ടത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം അടക്കം വളരെ നേരത്തെ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങളും ചർച്ചയായി ഘടകകക്ഷികളെ കൂടുതൽ കൊണ്ടുവന്ന് മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കണമെന്ന ആവശ്യവും CP ജോൺ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കോൺഗ്രസിന് മുന്നിൽ. ഒപ്പം തന്നെ മാണി സി കാപ്പൻ അദ്ദേഹത്തിന്റെ പാലയടക്കമുള്ള മണ്ഡലങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് വരുന്നതിന് തനിക്ക് എതിർപ്പില്ല, പക്ഷേ പാലയിലെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. അത് പിന്നീട് മാധ്യമങ്ങളോടും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഓരോ ഘടകകക്ഷികൾക്ക് മുന്നിലും കോൺഗ്രസിൽ ഐക്യമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നതിൽ ഊന്നി നിന്നുകൊണ്ടാണ് ദീപാദാസ് മുൻഷി സംസാരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നേരത്തെ ഘടകകക്ഷികൾ കേരളത്തിലെ കോൺഗ്രസിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടായ ഘട്ടത്തിൽ ഹൈക്കമാൻഡിനെ കാണണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഹൈക്കമാൻഡ് കോൺഗ്രസ് നേതാക്കളെ ഡൽഹിക്ക് വിളിച്ചു വരുത്തി ഒരു സമവായം ഉണ്ടാകുകയും കർശനമായ നിർദ്ദേശങ്ങൾ നൽകുകയുമൊക്കെ ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഘടകകക്ഷികളെ പ്രത്യേകം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കാണുന്നത് തന്നെ.